ഫൈനലി നമ്മളെ വീട്ടിൽ സിറ്റ് ഔട്ടിലും കൂടെ ടൈലിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ആ ഒരു ഫ്ലോറിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സൈഡും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കാനുള്ളത്. ഈ ഒരു കളറാണ് ടൈല് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ആദ്യം അവർ സ്പേസ് കൊടുക്കാണ്ട് ആണ് ടൈലിട്ടത്. അപ്പോൾ ഒരു വൃത്തി കാണാത്തതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞ് സ്പേസ് ഇട്ടിട്ട് തന്നെ കൊടുക്കുക, അതാണ് രസം എന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ സിറ്റ് ഔട്ടിലെ തേപ്പിൻ്റെ പണികൾ കഴിയണത്രേ. ടൈലിൻ്റെ അവർ വേഗം സിറ്റ് ഔട്ടിൽ ടൈലിടുന്ന സമയത്ത് തേപ്പിൻ്റെ അവരോട് പറഞ്ഞ് നിങ്ങൾ ഏതായാലും നമ്മൾ ടൈലിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി പണി എടുത്തോന്ന് അവരോട് പറഞ്ഞ്. കാരണം അവർക്കിനി ചെയ്യാനുള്ളത് ഈ ഒരു പറുകോളയിലാണ്. പറുകോളയിൽ നല്ലോണം സിമൻറ്റ് നല്ലോണം കയറ്റി നല്ല തടിയാക്കണം എന്ന് പറഞ്ഞ്, നല്ല സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തേപ്പുകാരൊക്കെ അവിടെ നിന്ന് മാറിക്കൊടുത്തിട്ട് ടൈൽസിൻ്റെ അവർ അവിടെ ടൈലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു പറുകോളിൻ്റെ ഈ ഒരു ഏരിയ ആണ് തേപ്പുകാർക്ക് ചെയ്യാനുള്ളത്. അന്നത്തെ ദിവസം തേപ്പിൻ്റെ അവർ വേറെ 2-3 പണികളാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ മാഷാല്ലാ നമ്മുടെ കിച്ചണിലേക്ക് ഇതാ ഗ്ലാസിൻ്റെ ഫ്രെയിമും ഗ്ലാസ്സും ഒക്കെ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അത് ഫിറ്റാക്കി കൊടുക്കുകയേ വേണ്ടൂ. നല്ല സെറ്റാക്കിയിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ആദ്യം ഞാൻ അവരോട് വൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അവർ പറഞ്ഞ് വൈറ്റ് എത്ര വേണ്ട, വർക്ക് ഏരിയ അല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഓൾറെഡി അവർ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കാണിക്കാൻ കൊണ്ടുവന്ന സമയത്ത് അയാൾ എനിക്ക് ബ്ലാക്ക് ബ്രൗണ് വേറൊരു കളറാണ് കൊണ്ടു തന്നിട്ടുണ്ടായത്. അതിൻ്റെ അകത്തുനിന്ന് ബ്ലാക്ക് ചൂസ് ചെയ്ത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് വൈറ്റ് ഉണ്ടായാൽ നല്ല രസം ഉണ്ടാവില്ലേന്ന്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വൈറ്റ് വെക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ബ്ലാക്ക് ആയാലും നല്ല രസം ഉണ്ടാവും, നമ്മളെ വാള് നല്ല വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും. എന്തായാലും വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കുറച്ച് ഡള്ളാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ പണിക്കാർ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർ പോകുന്നില്ല, അവർ ലേറ്റായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇരുട്ടാവുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാമെന്നില്ല മൈൻഡിലാണ് അങ്ങനെ വീഡിയോ എടുത്തത്. ഇതൊക്കെ ഇവിടെ ഈ ചെയ്തിട്ടുള്ളതൊക്കെ തേപ്പുകാർ തന്നെയാണ്. അവർ അന്ന് ഫ്രീ സമയമുള്ളപ്പോൾ അവരിത് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ചെയ്തതാണ്. ഇവിടെ ഉമ്മാക്ക് അടുപ്പിന് വേണ്ട വാർപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനി ഇവിടെ ഈ ഒരു നിലത്തും കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഗ്ലാസ് വന്നിട്ട് പ്ലെയിൻ ഗ്ലാസ്സാണ്. പ്ലെയിൻ ഗ്ലാസ് പറയുമ്പോൾ കൂളിങ്ങും മറ്റേതൊക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ ആവശ്യം മതി. പിന്നെ എന്താ പറയുക, ഒരു സൈഡ് ഇതാകുമ്പോൾ നല്ല വെളിച്ചമൊക്കെ കയറുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ വെളിച്ചം വളരെ കുറവാണ്, നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തണലാണ്. പിന്നെ എന്തുകൊണ്ടും കാണാൻ ബെറ്റർ ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ കൂളിംഗ് ആക്കിയാലും രാത്രിയിൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് കാണാമല്ലോ, അപ്പോൾ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് തന്നെ നമ്മൾ സെറ്റാക്കി. പകുതി ഗ്ലാസ് അവർ ഫിക്സ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗ്ലാസ് ഇനി ഫിക്സ് ആക്കാനുണ്ട്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ഈ ഒരു ടൈല് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ കബേർഡ് കൂട്ടുന്ന സമയത്ത് ഏത് ടൈലാണ് അവിടെ ഇട്ടതെന്നൊന്നും ആരും കാണാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ചെറിയ വിലയ്ക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് തേച്ച് കൊടുക്കണം. ശരിക്കും കിച്ചണിൻ്റെ ഭാഗത്തെ ടൈലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ്. പിന്നെ വീടിൻ്റെ ഉൾവശമൊന്നും നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത്രയും പൊടിയാണ്, അത്രയും കച്ചറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അടുക്കാണ് വൃത്തിയാക്കിപ്പിച്ചത്, പക്ഷെ ഒരു കാര്യമില്ല. ഇനി എല്ലാ പണിയും ചെയ്തിട്ട് വേണം ഒന്നും കൂടെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇടയ്ക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല, കാരണം വീണ്ടും പൊടി കയറാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു കിച്ചണിൽ ഗ്ലാസ് വെച്ച് കൊടുക്കണം എന്നില്ല ഒരു മൈൻഡും ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ പഴയ കിച്ചണിലുള്ള ആ ഒരു ഗ്രിൽസ് തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മുടെ പഴയ കിച്ചണ് ഭയങ്കര വൃത്തികേടായിരുന്നു ഈ ഒരു ഗ്രിൽസ് വെച്ചതുകൊണ്ട്. കാരണം അതിന് എലിയൊക്കെ കയറുന്നുണ്ട്, ചെറിയ കമ്പി വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര വൃത്തിയാക്കിയാലും വൃത്തി കാണില്ല. മാറാലൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാലും രാവിലെ ഒന്നും കാണില്ല, രാത്രിയിലെ വെളിച്ചത്തിൽ നമുക്ക് നല്ലോണം കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ബോറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ തന്നെ ചെയ്യണം
ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതാകുമ്പോൾ ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താക്കാം, കുറച്ച് പൈസ കൊടുത്താലും നല്ല വൃത്തി കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ഗ്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ മാഷാ അല്ലാഹ് നല്ല ഭംഗിയുണ്ട്, കാരണം നമുക്ക് ടെൻഷൻ ഫ്രീ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വിശേഷങ്ങളൊക്കെ അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ.